ഞങ്ങൾ വെളുപ്പിനെ ഉറങ്ങുമായിരുന്നു. ഒരു 5:15 ആയി കാണും. അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ ചാടി അണിച്ച് നോക്കുമായിരുന്നു. ഇപ്പോൾ പെരയിലോട്ട് ഇളകി ഞങ്ങളുടെ മണ്ടയ്ക്കോട്ട് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പക്ഷേ എൻ്റെ ഭാര്യയെ പിടിച്ച് ഞാൻ ഇറക്കി വിട്ടു. മതിയാകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നില്ലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്ക് മൊത്തം കട്ട വീണ് കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും ഞാൻ ചെന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വിളി കേട്ടു. അങ്ങനെ ഞാൻ കയറി ചെന്നു കട്ട മൊത്തം ഇളക്കി മാറ്റി. അതിനകത്ത് കുഞ്ഞുങ്ങൾ ഈ ഫയർബേർഡ്സ് വരുന്നപ്പോഴായിട്ട് ഞാൻ അവരെ രക്ഷപ്പെടുത്തി. ഞാൻ തന്നെ രക്ഷപ്പെടുത്തിയത്. മൊത്തം അതിന്റെ അടിയിലായപ്പോൾ ഞങ്ങൾ കിടന്നു. അടുക്കള ഭാഗത്ത് കിടന്നു. ആ കട്ട മൊത്തം വന്ന് കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്കൂടെ മൂടി വന്ന് കിടക്കുമായിരുന്നു. മൊത്തം തീർന്നു പോകാനുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തിയുണ്ട്. അടുക്കള കിടന്നു. അവിടുന്ന് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് പെട്ടപിടിച്ച് തന്നെ വേറൊരു അണ്ണനോട് ജോൺസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. നാട്ടുകാർ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അടുത്തത് മുന്നേ നിന്നുകൊണ്ട് ഞാൻ മൊത്തം വലിച്ചിളക്കി കുഞ്ഞുങ്ങളെ ഞാൻ തലയെടുത്ത് വെളിയിലാക്കിച്ച സമയം കൊണ്ട്. എന്തോ ഞാൻ ആദ്യം തന്നെ ഭാര്യയെ പിടിച്ച് അങ്ങ് ഇറക്കി. ഭാര്യയെ പിടിച്ചിറക്കിക്കൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കുമായിരുന്നു. ആദ്യം നോക്കിയിട്ട് കിട്ടിയില്ല. എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ അത്രയും മണ്ണ് കയറി മൂടി കിടക്കുമായിരുന്നു. അതിനകത്ത് ഒരു സൗണ്ട് ഞാൻ വിളിച്ച പൊളി കേട്ട് എന്നോട്. അങ്ങനെ നോക്കി തലവഴുങ്ങി മുണ്ട് വിട്ടുകൊണ്ട് കിടക്കുന്നു. പിന്നെ ഞാൻ ചാടി ചെന്നാൽ കട്ട മൊത്തം പറക്കി മാറ്റി അല്ല അവിടെ വരാൻ സേഫ്റ്റി ആക്കി. ആ സമയം തലയുടെ ഇത് മൊത്തം ഞാനങ്ങ് മാറ്റിയത്. അങ്ങനെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുത്തത് ഞാൻ തന്നെ ചെയ്ത. ഒന്നും ഇതില്ല. ഞാൻ അപ്പോഴേ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. വണ്ടിയാന്ന് നമുക്കറിയാം, പക്ഷെ അത് ഏത് വണ്ടിയാണെന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പറ്റിയതാണ്. അല്ല, ഞാൻ അങ്ങോട്ട് നോക്കിയത് പോലും ഇല്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ മാത്രം നോക്കുമായിരുന്നു, അല്ലാതെ ആ വണ്ടിയിലോട്ട് നോക്കിയില്ല. വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കുഞ്ഞുങ്ങളുടെ രണ്ടും കിട്ടണം എന്നുള്ള ഒറ്റ പ്രതീക്ഷയായിരുന്നു എൻ്റെ. അത് ഞാൻ എടുത്തു. ഇവിടുന്ന് കോട്ടയത്ത് കൊണ്ടുപോയപ്പോൾ അവർക്ക് നടുവിന് പൊട്ടലുണ്ടാവും. പിന്നെ അവർക്ക് വയറ്റിനകത്ത് ചെറിയൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൂത്തവർക്ക്, ഇളവർക്ക് നടുവിനെ കണ്ണിക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കോട്ടയത്ത് കൊണ്ടുപോയി. ഭാര്യ കണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഭാര്യയുടെ കാലിനൊക്കെ വേദനയുണ്ട് കിടക്കുന്നത്. പൂർണ്ണമായും ഒന്നുമില്ല വീട്ടിൽ നിന്ന് എടുക്കാം. എൻ്റെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലക്കെടുത്ത് എൻ്റെ മൊബൈൽ മാത്രമേ എൻ്റെ കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ രക്ഷപ്പെട്ടുകൊണ്ട് വലിയ ഭാഗ്യമാണ്.